മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമിയിൽ ഒരു ടൈറ്റില്, ഒരു വാർത്ത, മനുസ്മൃതിയെ ഭരണഘടനയാക്കാനുള്ള ശ്രമം നടക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനല്ല, ഭരണഘടന തന്നെ മാറ്റാനുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. BJT ഹാളിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയാകേണ്ടത് എന്ന് നമ്മുടെ രാജ്യത്തിൽ വാദങ്ങൾ ഉയരുന്നു. അതും രാജ്യത്തെ സർക്കാരിനെ നയിക്കുന്ന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരിൽ നിന്നു തന്നെ ഇത്തരം വാദങ്ങൾ ഉയരുന്നു. സ്ത്രീയെ വ്യക്തിയായി പോലും അംഗീകരിക്കാത്ത ഗ്രന്ഥമാണ് മനുസ്മൃതി. മനുസ്മൃതി ഭരണഘടനയായാൽ രാജ്യത്തെ സ്ത്രീകളുടെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് തൊഴുതുകൊണ്ടൊന്ന് ചോദിക്കാൻ, നിങ്ങൾ മനുസ്മൃതി വായിച്ചിട്ടുണ്ടോ സാറേ? ഈ വായിക്കാത്ത ഒന്നിനെക്കുറിച്ച് എന്തിനാ BJT ഹാളിൽ ചെന്നിട്ട് പ്രസംഗിക്കുന്നത്? മനുസ്മൃതിയെക്കുറിച്ചും അത് ഭാരതത്തിൽ വരുന്നതിനെക്കുറിച്ചും അത് എഴുതിയ കാലത്തും അതിനുശേഷവും ഭാരതത്തിൽ നടന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. എന്താ മനുസ്മൃതി നിങ്ങൾക്ക് അറിയോ? ഭാരതത്തിൽ വേദാംഗങ്ങളായി 6 എണ്ണമാണുള്ളതിൽ. അതിൽ 6ാമത്തെ വേദാംഗമാണ് കൽപ്പശാസ്ത്രം. അതിൽ ബൗദ്ധായന കൽപ്പശാസ്ത്രം, അതുപോലെ തന്നെ കാത്യായന കൽപ്പശാസ്ത്രം, അതുപോലെ തന്നെ ആപസ്തംഭ കൽപ്പശാസ്ത്രം. ഇങ്ങനെ 3 കൽപ്പശാസ്ത്രങ്ങൾ കഴിഞ്ഞ് മാനവ കൽപ്പശാസ്ത്രം എന്നൊരു കൽപ്പശാസ്ത്രം വന്നിട്ടുണ്ട്. എല്ലാ ലോകത്തിലെ അന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ നന്മകളും ചേർത്ത് മാനവരാശിക്ക് വേണ്ടി എഴുതിയതാണ്. മനു എഴുതിയതല്ല. അതിന്റെ പേര് മനുസ്മൃതി എന്ന് വരാൻ കാരണം ഞാൻ പിന്നീട് പറയാം. മാനവ കൽപ്പശാസ്ത്രത്തില് ധന്യമായ രീതിയിൽ മനുഷ്യനെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള മാനവ ശ്രൗത സൂത്രമുണ്ട്. യാഗങ്ങൾ നടത്താൻ, മനുഷ്യനെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള യാഗങ്ങൾ. മാനവ ഗൃഹ്യസൂത്രമുണ്ട്. ഓരോ മനുഷ്യനും എങ്ങനെ കുടുംബസമേതം ജീവിക്കണമെന്ന് വിവരിക്കുന്ന മാനവ ഗൃഹ്യസൂത്രമുണ്ട്. മാനവ സുൽഭസൂത്രമുണ്ട്. പ്യൂവർ വേദിക് ജോമെട്രിയാണ് അതിലുള്ളത്. എല്ലാ വിധത്തിലുള്ള ജോമെട്രിക്കൽ പാറ്റേണും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്ന മാനവ ധർമ്മശാസ്ത്രം, മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ള ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രന്ഥമാണ് മാനവധർമ്മശാസ്ത്രം. മാനവധർമ്മശാസ്ത്രത്തിന്റെ വേറൊരു പേരാണ് മനുസ്മൃതി എന്ന്, മാനവസ്മൃതി എന്നുള്ളത്. കാനഡയിലെ പഴയ കെട്ടിടങ്ങളിലെല്ലാം ആദ്യത്തെ നിയമസംഹിത എന്ന് പറയുന്നത് മനുസ്മൃതിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മനുസ്മൃതിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ സ്ത്രീയെ മനുഷ്യനായിട്ട് കാണാതെ ഇരുന്നിട്ടില്ല. ശരിക്ക് പിതാ രക്ഷതി കൗമാരെ, ഒരു ചെറിയ കുട്ടിയെ അച്ഛൻ രക്ഷിക്കുന്നു. കണ്ണൂരിലെ പള്ളിയിലച്ഛൻ രക്ഷിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അഭയയെ സംരക്ഷിച്ച പള്ളിയിലച്ഛന്മാരെ രക്ഷിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പള്ളിയിലച്ഛൻ സംരക്ഷിക്കേണ്ടവരാണ് ഈ കുട്ടിയെ ഇതൊക്കെ ചെയ്തതെന്ന് കർദിനാളും ബിഷപ്പും മുതലക്കണ്ണീർ ഒഴുക്കിയിരുന്നു. ആ അച്ഛനല്ല സംരക്ഷിക്കുന്നത്. രക്ഷതി എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാൻ സാധ്യതയില്ല. ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും എല്ലാം പഠിച്ച് അല്ലെങ്കിൽ വായിച്ചു എന്ന് വരുത്തി ജീവിക്കുന്നവർക്കൊക്കെ രക്ഷതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ എങ്ങനെ അറിയാം? IPSകാരന് ബോധമില്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ 7 അയൽവക്കത്ത് വരാൻ പറ്റിയവർ കമന്റ് ചെയ്ത ഒരു രാജ്യമാണ് കേരളം. ഓർമ്മിക്കാം, പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനേ. ഒരു സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവാണ് വിവാഹം കഴിഞ്ഞാൽ. പുത്രോ രക്ഷതി വാർദ്ധക്യേ, അമ്മയെ സംരക്ഷിക്കേണ്ടത് മക്കളാണ്. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, ഒരു സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. സ്വാതന്ത്ര്യം എന്നുള്ള മലയാളത്തിലെ വാക്കല്ല, സംസ്കൃതത്തിലെ വാക്ക്. ഭാരതം സ്വാതന്ത്ര്യമായി എന്ന് പറയുമ്പോൾ ശരിക്ക് മറ്റുള്ളവരുടെ കീഴിൽ ചതച്ചരഞ്ഞ് ജീവിക്കുന്നതിൽ നിന്ന് മോചിതമായി എന്നുള്ളത് തന്നെ അർത്ഥം. ആ മോചിതമാകുന്നത് ശരിക്ക് വേദന സഹിച്ച്
അല്ലെങ്കിൽ രാപ്പകല് വീട്ടിനകത്തും പുറത്തും ചെന്ന് നിരന്തരം പ്രവർത്തിച്ച് ദുഃഖയാതന അനുഭവിക്കേണ്ടി വരരുത്. അങ്ങനെ ഒരു ജീവിതം അവർക്ക് വരരുത്. അതാണ് സന്ദേശം. ആദ്യത്തെ 3 വരിയും പോസിറ്റീവാണ്, നാലാമത്തേത് നെഗറ്റീവ് ആവില്ല. ഇനി അടുത്ത ഒരു വരി കൂടി നോക്കാം. പിണറായി വിജയൻ സാർ ഇതും കൂടി കേൾക്കണം. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. സ്ത്രീയെ മനുഷ്യരായിട്ട് കണ്ടില്ല എന്നുള്ളത് പിണറായി വിജയൻ പറഞ്ഞില്ലേ? തൻ്റെ കറുപ്പ് നിറഞ്ഞ മനസ്സും കണ്ണും കൊണ്ട് കണ്ടതാ പറ്റിയത് അങ്ങക്കൊക്കെ, അല്ലെങ്കിൽ അങ്ങയുടെ കൂട്ടത്തിലുള്ളവർക്ക്. വോട്ടിന് വേണ്ടി സ്ത്രീകളുടെ വികാരം ഉയർത്താൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പ്രക്രിയകളുടെ കൂട്ടത്തിൽ വരുന്ന ഒന്നാണ് ഈ വരികൾ. അറിയുക, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത്, എവിടെയാണോ സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നത്, അവിടെ ദേവതമാര് ആനന്ദ നൃത്തം ചെയ്യുന്നു. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നോക്കാം. അത് മനുസ്മൃതിയിലുള്ളതാണ്. എത്ര നാര്യഹത്തു പൂജ്യന്തേ, എവിടെ നാരികള് സ്ത്രീകള് പൂജിക്കപ്പെടുന്നു, രമന്തേ തത്ര ദേവത, അവിടെ സ്ത്രീകള് ആരാധിക്കപ്പെടുന്ന സ്ഥലത്ത് ദേവതമാർ ആനന്ദ നൃത്തം ചെയ്യുന്നു. ഇങ്ങനെയുള്ള വരികൾ ഒന്നും വായിക്കാതെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ളവർ മനുസ്മൃതിയെ ഭാരതീയ ഭരണഘടനയാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഈ നാടിന് ശാപമായി തീരാതിരിക്കട്ടെ. അറിവില്ലാത്ത വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരെ പോലെ പ്രസംഗിച്ച് വികാരമുയർത്തുന്നത് തെറ്റാണ് സാറേ. അതേപോലെ ഞാൻ പറയാം, മനുസ്മൃതി എഴുതിയതിനേക്കാൾ മുമ്പുള്ളതാണ് യഥാർത്ഥത്തിൽ രാമായണം എന്ന ഗ്രന്ഥം. ആ രാമായണത്തിൽ സ്ത്രീകളുടെ റോൾ അങ്ങക്ക് അറിയോ? 3 സ്ത്രീകളാണ് രാമായണം ഉണ്ടാക്കിയത്. 1 കൈകേയി, 2 മന്ദര, 3 സീത. 3 സ്ത്രീകളിൽ ആരെങ്കിലും ഒരാൾ സ്വഭാവത്തെ അല്പമാറ്റം വരുത്തിയിരുന്നു എങ്കിൽ രാമായണം എന്ന ഗ്രന്ഥം ഉണ്ടാവില്ല. ദശരഥന്റെ കൂട്ടത്തിൽ യുദ്ധത്തിന് പോയ സ്ത്രീയാണ് കൈകേയി. കേകയ രാജ്യത്ത് രാജാവില്ലാതിരുന്ന കാലത്ത്, അല്ലെങ്കിൽ രാജാവ് വിദേശ പര്യടനത്തിന് പോകുമ്പോൾ ഭാരതത്തിലെ ഏറ്റവും വലിയ രാജ്യമായ കേകയം ഭരിച്ചത് കൈകേയിയാണ്. സൈന്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തത് കൈകേയിയാണ്. രാമായണം വായിച്ചാൽ അറിയാം. അതൊക്കെ വായിക്കാൻ സമയം വേണ്ടേ? അതിനൊക്കെയുള്ളൊരു മനസ്സൊക്കെ വേണ്ടേ? ഭാരതത്തിന്റെ തിന്മകളും ഭാരതത്തിന്റെ നെഗറ്റീവുകളും മാത്രം കണ്ട് ജീവിതം മുഴുവനും അവനവനും മറ്റുള്ളവർക്ക് നെഗറ്റീവാക്കി തീർക്കാൻ വേണ്ടി ജന്മമെടുത്തവർക്ക് അതിനൊക്കെ സമയം ഉണ്ടാവുമോ? മാത്രമല്ല, ആ കൈകേയി ആണ് യുദ്ധത്തിന് പോയത്. കൈകേയി കാരണമാണ് ദശരഥൻ ജയിച്ചത്. ആ കൈകേയിയുടെ ആഗ്രഹമാണ് ഭർത്താവ് നിറവേറ്റി കൊടുത്തത്, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും. ആ കൈകേയിയാണ് മകനെ രാജാവാക്കണമെന്ന് പറഞ്ഞത്. നിർബന്ധപൂർവമാണെങ്കിലും അംഗീകരിക്കേണ്ടി വന്നത് ഭർത്താവിന്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നോ? മന്ദര കൈകേയിയെ ഉപദേശിച്ച് കൈകേയിയുടെ മനസ്സ് മാറ്റാൻ മന്ദരയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു യഥാർത്ഥ വസ്തുത. അറിയണം. ശ്രീരാമന്റെ കൂടെ സീതാദേവി വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഭർത്താവ് അവളെ മാറ്റി നിർത്തിയില്ല. 14 വർഷവും കൂടെ ഉണ്ടായിരുന്നു. അംഗദന്റെ അമ്മ താര, ബാലിയുടെ ഭാര്യ. ബാലി ശ്രീരാമന്റെ അസ്ത്രമേറ്റ് വീണപ്പോൾ പറഞ്ഞത്, മകനെ, നീ അച്ഛനെ പോലെ ധീരനാകണം, അച്ഛനിലുള്ള തിന്മകൾ നിന്നിൽ ഉണ്ടാവരുത് എന്നാ പറഞ്ഞത്. അച്ഛനിൽ തിന്മയുണ്ടാകുന്നു എന്ന് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ, ജീവനോടെ ഇരിക്കുമ്പോ തന്നെ പറഞ്ഞതാണ് ഭാര്യ. മകനോടത് ഫോളോ ചെയ്യരുതെന്ന് പറഞ്ഞത്. രാവണനെ ഉപദേശിച്ചത് മുഴുവനും മണ്ടോദരിയാണ്. അങ്ങക്ക് അറിയോ അതെല്ലാം? ഈ രാമായണം എന്ന ഗ്രന്ഥം നിലനിന്നിരുന്ന കാലത്ത് തൻ്റെ ഭർത്താവിനെ കുറിച്ച് മക്കളെ പഠിപ്പിച്ച് രാമരാജ്യത്തെക്കുറിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് സീതാദേവി ലവകുശന്മാരിൽ ചെയ്തതാണ്. തൻ്റെ പ്രതിമ വെച്ച് രാഷ്ട്രാഭിഷേകം നടക്കുന്ന സമയത്ത് അത് കണ്ട് വേദനിച്ച് ഇനി താൻ ഭർത്താവിൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ചങ്കൂറ്റം കാണിച്ച വ്യക്തിയാണ് സീതാദേവി എന്ന് തിരിച്ചറിയാം. ഇത് ത്രേതായുഗത്തിലെ കാര്യം. തീർന്നില്ല. നേരെ ഒന്ന് ദ്വാപരയുഗത്തിലേക്ക് വരിക. അത് കഥയാവട്ടെ അനുഭവമാവട്ടെ. ആലോചിച്ചു നോക്കാം. മത്സ്യഗന്ധിയാണ് വേദവ്യാസന് സർവ്വ ഉപദേശങ്ങൾ നൽകിയത്. മകനെ, ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്കെല്ലാം 3 തരമേ ഉള്ളൂ എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരമ്മ
എന്തൊക്കെയോ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഈ 3 വാക്കുകളെ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായിട്ടുള്ളൂ എന്ന് ഫിലോസഫിയുടെ പരമകാഷ്ഠയിലിരുന്നു കൊണ്ട് പറഞ്ഞ ആ മത്സ്യഗന്ധി എന്ന മുക്കുവ സ്ത്രീയാണ് കൃഷ്ണദ്വൈപായനന്റെ അമ്മയും വേദവ്യാസൻ എന്ന ചരിത്ര ഭഗവാന്റെ അമ്മയായി അവതാരമായി പഠിപ്പിച്ചത്. ഓർമ്മിക്കുക, മഹാഭാരതം എന്ന ഗ്രന്ഥവും 3 സ്ത്രീകളാണ് ഉണ്ടാക്കിയത്. ധൃതരാഷ്ട്ര മഹാരാജാവ്, അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവിനെ വരച്ച വരയിൽ നിർത്തിയ രാജ്ഞിയാണ് കണ്ണുകെട്ടി 100 മക്കൾക്ക് ജന്മം നൽകി എന്ന കഥയിലൂടെ പറയുന്ന ഗാന്ധാരി. ആ ഗാന്ധാരി എന്ന സ്ത്രീയാണ് ശ്രീകൃഷ്ണനെ ശപിച്ചത്. അങ്ങക്ക് അറിയോ ഇത്? ഇതൊക്കെ പഠിക്കണം സർ. വേണം ഗോപാലകൃഷ്ണൻ വരാൻ പഠിപ്പിക്കാൻ ഒരു 6 മണിക്കൂർ. ഗാന്ധാരിയാണ് ശ്രീകൃഷ്ണനെ ശപിച്ചത്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ശപിക്കാൻ പാകത്തിന് ഗാന്ധാരി ഉയരുമായിരുന്നു. മാത്രമല്ല, തന്റെ ഭർത്താക്കന്മാർ അടിമകളായപ്പോ അവരെ മോചിപ്പിക്കണമെന്ന് ധൃതരാഷ്ട്രരോട് പറഞ്ഞത് ദ്രൗപദിയാണ്. തന്റെ 5 മക്കളിൽ ധർമ്മബോധം ഉണ്ടാക്കിയത് കുന്തിയാണ്. ഹസ്തിനപുരത്തിലേക്കുള്ള പട്ടണപ്രവേശനം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് രാജ്യഭാരം ഏറ്റെടുത്തപ്പോൾ ഒരു രാഷ്ട്രത്തെ എങ്ങനെ ഭരിക്കണമെന്ന് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുത്തതിനേക്കാൾ കൂടുതൽ കുന്തി പറഞ്ഞു കൊടുത്തത് ധർമ്മപുത്രർക്കായിരുന്നു. ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കണമെന്ന്. ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. ഒന്നുകൂടി രാമായണത്തിലേക്ക് വരാം. ശരിക്ക് രാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ രാമനോട് ഉപദേശിച്ച വസിഷ്ഠ മഹർഷി, ത്രേതായുഗത്തിലെ യുഗഗുരുവായ വസിഷ്ഠ മഹർഷി പറഞ്ഞൊരു വരി ഞാൻ വായിക്കാം. ഗംഭീരമാണ് ആ വരി. നിവാര്യ സീതാം കൈകേയീം വസിഷ്ഠോ വാക്യമബ്രവീതം അതിപ്രവൃത്തെ ദുർമേദേ കൈകേയീ കുലപാംസനി വഞ്ചയിത്വാ തു രാജാനാം ന പ്രമാണേ അവതിഷ്ഠസി. കൈകേയി എന്ന സ്ത്രീ രാജവംശത്തെ തന്നെ വഞ്ചിച്ചു. അതിനാൽ മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്ത ആ കൈകേയി ചെയ്തതിനെ കവച്ചു വയ്ക്കാനായിട്ട് വസിഷ്ഠൻ കൊടുത്ത ഉപദേശം, ന ഗന്ധവ്യം വനം ദേവ്യ സീതയാ ശീലവർജിതേ. അല്ലയോ സീത, നിന്നോട് കാട്ടിലേക്ക് പോകാൻ ആരും പറഞ്ഞിട്ടില്ല. ശ്രീരാമനോടാണ് കാട്ടിലേക്ക് പോകാൻ കൈകേയിയും അല്ലെങ്കിൽ കൈകേയിയിലൂടെ ദശരഥനും പറഞ്ഞത്. ന ഗന്ധവ്യം വനം ദേവ്യ സീതയാ ശീലവർജതേ. എല്ലാവിധത്തിലുള്ള സൗമ്യശീലവുമുള്ള സീത നിന്നോട് വനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അനുഷ്ഠാസ്യതി രാമസ്യ സീത പ്രകൃതമാസനം. ശ്രീരാമൻ എവിടെ ഇരുന്നാണോ രാജ്യം ഭരിക്കുമായിരുന്നത് ആ സിംഹാസനത്തിലിരുന്ന് അല്ലയോ സീതാദേവി 14 വർഷം രാഷ്ട്രഭാരം നീ നടത്തുക. ആത്മാഹി ധാരാ സർവേഷാം ധാര സംഗ്രഹവർത്തിനാം. 2 ശരീരമാണെങ്കിലും ആത്മചൈതന്യം ഒന്നാണ്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. അതുകൊണ്ട് ഭർത്താവ് കാട്ടിലേക്ക് പോകുമ്പോഴും ഭർത്താവിന്റെ പ്രതിനിധി ഭർത്താവ് തന്നെയായി സീതയ്ക്ക് രാഷ്ട്രഭാരം നടത്താം എന്ന് യുഗഗുരുവായ വസിഷ്ഠൻ പറഞ്ഞ രാജ്യമാണ് പിണറായി വിജയൻ സാറേ ഭാരതം എന്ന് പറയുന്നത്. ഇന്നും അമേരിക്കയിൽ ഒരു സ്ത്രീയെ പ്രസിഡന്റായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവിധത്തിലുള്ള പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രവചനങ്ങളെയും അടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ട്രംപ് അമേരിക്കയിലെ പ്രസിഡന്റായത് ഒരു സ്ത്രീയെ അവർക്കിന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെയും സ്ഥിതി വേറെ ഒന്നുമല്ലല്ലോ. JSS LDFിന്റെ ഭാഗമായിട്ടും ഒരു MLA സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ സ്ത്രീയായ KR ഗൗരിക്ക് ഒരു മുനിസിപ്പാലിറ്റിയുടെ സീറ്റാണ് നിങ്ങൾ പോലും മുമ്പോട്ട് വെച്ചത്. പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് ചൈനയില് എത്ര പേര് സ്ത്രീകളുണ്ട്? റഷ്യയിലെ ഭരണാധികാരികളില് USSRന്റെ കാലത്തും എത്ര സ്ത്രീകളുണ്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാര്
ആഹ്ലാദ തിമർപ്പിൽ മുമ്പോട്ട് പോകുന്ന ഫ്രീഡിൽ കാസ്ട്രോയുടെ ആ ഭരണസമിതിയിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു? അവിടെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര സ്ത്രീകളെ മനുഷ്യരായിട്ട് കണ്ടിരുന്നു? റഷ്യയിൽ എത്ര സ്ത്രീകളെ മനുഷ്യരായിട്ട് കണ്ടിരുന്നു? ചൈനയിൽ ഇപ്പൊ എത്ര സ്ത്രീകളെ മനുഷ്യരായിട്ട് കാണുന്നുണ്ട്? ഇപ്പൊ LDF മന്ത്രിസഭയില് അല്ലെങ്കിൽ ഭരണപക്ഷത്ത് എത്ര സ്ത്രീകളുണ്ട്? ആകെയുള്ള MLA മാരില് കേന്ദ്രത്തില് CPM-ന്റെ പാർട്ടിയില് എത്ര സ്ത്രീകളുണ്ട്? ഈ നാട്ടില് പെണ്ണിന് ഭർത്താവിനെ സ്വീകരിക്കാൻ സ്വയംവരം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ അറിയണമെങ്കിൽ IPSCRനെ വിലയിരുത്താൻ പോകുന്നതിന് മുമ്പ് അവനവനെ വിലയിരുത്തണം. ഓർമ്മിക്കുക, അങ്ങും ഓർമ്മിക്കുക, ഭർത്താവാകാൻ ആഗ്രഹിക്കുന്നവർ നിരനിരയായി നിൽക്കുമ്പോൾ നേരെ മാലയും പിടിച്ചുകൊണ്ട് സീതാദേവിയോ അല്ലെങ്കിൽ ശകുന്തളയോ അല്ലെങ്കിൽ ഇവിടുത്തെ വീരവനിതകൾ നടക്കും. എന്നിട്ട് നിരന്നു നിൽക്കുന്ന ആണുങ്ങളില് ഇഷ്ടപ്പെട്ട ഒരുവന്റെ കഴുത്തിലേക്ക് ആ മാലയിടുന്നത് പെണ്ണാണ് തീരുമാനിക്കുന്നത് ആരുടെ കഴുത്തിൽ ആ മാലയിടേണ്ടത് എന്നുള്ളത്. ഇന്നും അത് തന്നെയാണ് ഹിന്ദു ആചാരത്തില്. അതൊക്കെ അറിയാതെ കണ്ണടച്ച് നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയാൻ മാത്രം പഠിച്ചവർക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കാം? ആദ്യം പെണ്ണാണ് ആണിന്റെ കഴുത്തിൽ മാലയിടുക. ഇപ്പോഴും ഹാരമണിയിക്കുമ്പോഴത്തേക്കും വിവാഹമാല ഇടുമ്പോ പെണ്ണാണ് ഇടുക. കാരണം എന്താ അറിയോ? 100% ഉറപ്പ് ഉള്ളവൾക്കേ ഈ ഭർത്താവ് മതി എന്ന് തീരുമാനിക്കാൻ ആദ്യം അവകാശം. പെണ്ണ് മാലയിട്ടതിന് ശേഷമേ ആണ് മാലയിടുള്ളൂ. ഈ ഭാര്യയ്ക്ക്, ഈ പെണ്ണിന്, വധുവിന് പകുതി മനസ്സാണ് ഉള്ളതെങ്കിൽ നിർബന്ധപൂർവമോ ബലാത്കാരമായിട്ടോ ആണ് ആദ്യമായിട്ട് മാലയിട്ട് പോയാൽ സ്ത്രീ അടിമയാകാതിരിക്കാൻ നമ്മുടെ പൂർവികരുണ്ടാക്കിയതാണ്. ആദ്യം പെണ്ണായിരിക്കും ആണിന്റെ കഴുത്തിൽ മാലയിടുക. അവള് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, വിവാഹം നിന്നു അവിടെ. ഇതൊക്കെ മനസ്സിലാക്കാൻ പഠിക്കണം പിണറായി വിജയൻ സാറേ. അല്ലാതെ VJT ഹാളിൽ കുറെ സ്ത്രീകളുടെ മുമ്പിൽ മനുസ്മൃതി ഇവിടത്തെ ഭരണഘടനയാക്കാൻ പോകുന്നു എന്ന് അവനവൻ പോലും വിശ്വസിക്കാത്ത പച്ച കള്ളം നുണ പറഞ്ഞ് പരത്തിയിട്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ കേരളത്തിലെ കുറെ പേർക്കെങ്കിലും അത് വേദനാജനകമാകുമെങ്കിൽ നിങ്ങളുടെ വാക്കും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ വിവേകവും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ വീക്ഷണവും എല്ലാം ഈ നാട്ടിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ശാപമായി തീരും. സത്യം പറയുക എന്നുള്ളത് ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. അതൊരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അത് അങ്ങക്ക് സാധിക്കണം. സാധിക്കാത്ത നിമിഷം അവിടെ നിന്ന് മാറണം. ബാക്കിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ പിതാ രക്ഷതി, ഭർത്ത രക്ഷതി, പുത്രോ രക്ഷതി എന്ന് പറയുന്ന 3 വാക്കുകളിൽ കേരളത്തിൽ എത്ര സ്ത്രീകളെ രക്ഷപ്പെടുന്നുണ്ട് ഇപ്പോ അങ്ങയുടെ ഭരണത്തിന്റെ കീഴിൽ? ഓരോ ജില്ലയിലും ഓരോ ഗ്രാമത്തിലും നടക്കുന്ന സ്ത്രീകൾക്ക് എന്താ ഇപ്പൊ സംഭവിക്കുന്നത്? സുഗതകുമാരി തന്നെ പറഞ്ഞു രാത്രി 6 കഴിഞ്ഞ് പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങരുതെന്ന്. കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സൂസവാക്യം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതിന് ശേഷം അല്ല അവർക്ക് വിവേകം വന്നത്, അതിനു മുമ്പും അവർ പറയുന്നുണ്ട്. എത്ര MLA-മാരാ പറയുന്നത് കേരളത്തിൽ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്? കുറച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുവനെ പിടിച്ച് മാറ്റി ഷണ്ടി ചെയ്തു, കഴിവില്ല എന്ന് പറഞ്ഞ്. IPSCRനെ വിലയിരുത്താൻ പാകത്തിന് അതിന്റെ 7 അയൽവക്കത്ത് പോലും പറയാൻ യോഗ്യതയില്ലാത്തവരല്ലേ ചിലരെയൊക്കെ വിലയിരുത്തിയിട്ട് ചില കമന്റുകളൊക്കെ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇനിയും നമുക്കൊന്ന് നോക്കാം, നമ്മുടെ പുരാണങ്ങളിൽ നോക്കാം. സത്യവാൻ സാവിത്രിയിൽ സത്യവാന്റെയും സാവിത്രിയുടെയും ചരിത്രവും കഥയും ഉണ്ട്. ധ്രുവന്റെ കഥയിൽ സുനീതി എന്ന അമ്മയുടെ കഥയുണ്ട്. മാത്രമല്ല ഒന്ന് പ്രായോഗികത്തിലേക്ക് വന്ന് നോക്കാം. ഗംഗ മാതാവ് അമ്മ എന്ന സങ്കല്പം. മദർലാൻഡ് എന്നാ പറയുക. അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒക്കെ ഫാദർലാൻഡ് എന്നാ പറയുക. ഇവിടെ മദർലാൻഡാണ്. അമ്മ, അമ്മ എന്ന സങ്കല്പം. എത്ര പുരുഷ ദേവതമാർക്ക് ക്ഷേത്രമുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്ത്രീ ദേവതമാർക്ക് ക്ഷേത്രമുള്ള രാജ്യമാണ്. ത്രിമൂർത്തികൾക്കൊപ്പം ത്രിശക്തികൾ നിന്ന രാജ്യമാണ്. പിണറായി വിജയൻ സാർ അറിയണം ഇത്. പ്രപഞ്ച പുരുഷ ചൈതന്യത്തോടൊപ്പം നിന്ന പ്രകൃതി ദേവി സങ്കല്പമാണ്. പരബ്രഹ്മ സങ്കല്പത്തോടൊപ്പം നിന്നത് മഹാമായ സങ്കല്പമാണ്. അള്ളാഹുവിന് തുല്യമായിട്ടൊരു സ്ത്രീ ഉണ്ടോ? യഹോവയ്ക്ക് തുല്യമായിട്ടൊരു സ്ത്രീ ഉണ്ടോ? വെറുതെ ചിന്തിച്ചു നോക്കാം. 250ഓളം പുണ്യവാളന്മാരുള്ളതിൽ സ്ത്രീകൾ എത്ര പേരുണ്ട്? ക്രിസ്ത്യാനികളോടൊന്ന് ചോദിച്ചു നോക്കാം. എത്ര സ്ത്രീ ബിഷപ്പുമാരുണ്ട്? എത്ര സ്ത്രീ കർദിനാൾമാരുണ്ട്?
എത്ര സ്ത്രീ പള്ളിയിൽ അച്ഛന്മാരുടെ സ്ഥാനത്തിരുന്ന് കുർബാനയും നൊവേനയും ചെയ്യുന്നവരുണ്ട്. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇൻക്വിസിഷൻ, ഗോവ ഇൻക്വിസിഷന്റെ പേരിലും യൂറോപ്പിൽ നടന്ന ഇൻക്വിസിഷന്റെ പേരിലും ശരിക്ക് മന്ത്രവാദിനികൾ എന്ന് പറഞ്ഞ സ്ത്രീകളെ കൊന്നത്, സ്ത്രീകളെ കൊന്നു കൊലവിളിച്ച മതത്തിനെ അവിടെ ചെന്നതിന് ശേഷം നിങ്ങളും അവരെ മഹത്വവൽക്കരിക്കേണ്ടായി. ഈ നാടിന്റെ പൈതൃകം ജീവിതത്തിൽ അവസാനത്തെ ശ്വാസത്തിന് മുമ്പ് ഒന്ന് പഠിക്കാൻ സാധിക്കട്ടെ. ഗോമാതാവ് എന്ന സങ്കല്പം, പ്രകൃതി മാതാവ് എന്ന സങ്കല്പം, ഗംഗാ മാതാവ് എന്ന സങ്കല്പം, അതുപോലെ തന്നെ രാഷ്ട്രത്തെ മാതാവായിട്ട് ഭാരതമാതാവ് എന്ന് കാണുന്ന സങ്കല്പം, സ്ത്രീ ചൈതന്യത്തെ വിദ്യയായിട്ട് കാണുന്ന സങ്കല്പം, സ്ത്രീ ചൈതന്യത്തെ ശക്തിയായി കാണുന്ന സങ്കല്പം, സ്ത്രീ ചൈതന്യത്തെ ഐശ്വര്യമായി കാണുന്ന സങ്കല്പം, ഇതെല്ലാം ഉള്ള രാഷ്ട്രത്തിലിരുന്നുകൊണ്ട് സ്ത്രീയെ മനുഷ്യനായിട്ട് പോലും കാണാൻ സാധിക്കാത്ത മനുസ്മൃതി എന്ന് പറയുമ്പോൾ അതിലെ ഒരു പേജെങ്കിലും മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത പാപത്തിന്റെ ഒരു അംശമെങ്കിലും തീരുമെന്ന് ഗോപാലകൃഷ്ണൻ ആഗ്രഹിക്കുന്നു. പ്രണാമം, നമസ്കാരം.